നമുക്ക് ഇന്ന് ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ പഠിക്കാം. ഇത് 10th സ്റ്റാൻഡേർഡ് ഫിസിക്സാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് മെയിൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ലൈറ്റ് വരുന്നത് നമ്മൾ അതിനെ പറയുന്ന പേരാണ് സോഴ്സ് എന്ന് പറയും. സോഴ്സ് എന്ന് പറയുന്നതിനകത്തു നിന്നാണ് ലൈറ്റ് വരുന്നത്, അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് രണ്ട് തരമുണ്ട്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സുകളുണ്ട്, പിന്നുള്ള ടൈപ്പ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് സോഴ്സുകളുണ്ട്. നാച്ചുറൽ സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം സണ്ണ് അല്ലെങ്കിൽ സ്റ്റാർസ്, അതെല്ലാം നാച്ചുറൽ സോഴ്സാണ്. മാൻ മെയ്ഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ലൈറ്റ്, നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ക്യാൻഡിൽ, അതെല്ലാം മാൻ മെയ്ഡാണ്. ലൈറ്റ് എന്തിൽ നിന്ന് വരുന്നോ അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊരു തരത്തിൽ നമുക്ക് സോഴ്സിനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ ലൂമിനസ് സോഴ്സും, അടുത്തത് കുറച്ച് വലുതായിട്ട് എഴുതാം, അപ്പം കാണാൻ പറ്റും. നോൺ ലൂമിനസ് സോഴ്സ്. ലൂമിനസ് സോഴ്സ് എന്ന് വെച്ചാൽ ലൈറ്റിനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ലൂമിനസ് സോഴ്സ് എന്ന് പറയുന്നത്. നോൺ ലൂമിനസ് സോഴ്സ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത്. ഇപ്പം ലൂമിനസ് സോഴ്സിന് എക്സാമ്പിളാണ് സൺ, സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ട്. അതുപോലെ ക്യാൻഡിൽ സ്വന്തമായിട്ടുള്ള ലൈറ്റാണ്, അല്ലെങ്കിൽ ഒരു ബൾബ്, ഇതെല്ലാം ലൂമിനസ് സോഴ്സുകളാണ്. നോൺ ലൂമിനസ് സോഴ്സിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പെൻ. അതായത് നമ്മൾ ഈ ഒരു സാധനത്തിനെ ഒരു ഡാർക്ക് റൂമിൽ വെച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്താൽ അത് സ്വന്തമായിട്ട് ലൈറ്റ് വരുത്തില്ലല്ലോ, അതാണ് സംഭവം. ഇനി വരുന്ന മൂൺ നോൺ ലൂമിനസ് സോഴ്സാണ്. അതായത് മൂൺ സ്വന്തമായിട്ട് ലൈറ്റ് ഇതാവില്ല, നമ്മൾ സണ്ണിൻ്റെ ലൈറ്റാണ് മൂൺ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് സോഴ്സുകളെ പറ്റി നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഒരു ലൈറ്റിന് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയം വേണം. മീഡിയം എന്ന് പറയുന്നത് ലൈറ്റോ സൗണ്ടോ ട്രാവൽ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മീഡിയങ്ങളുണ്ട്. 3 തരത്തിൽ നമുക്ക് മീഡിയത്തിനെ തന്നെ തിരിക്കാം. ഒന്ന് ട്രാൻസ്പെറൻറ്റ് മീഡിയം ഉണ്ട്, ട്രാൻസ്ലൂസൻ്റ് ഉണ്ട്, പിന്നൊന്ന് ഒപ്പേക്ക് മീഡിയം. ട്രാൻസ്പെറൻറ്റ് മീഡിയം എന്ന് വെച്ചാൽ ലൈറ്റിനെ ഫുള്ളായിട്ട് കടത്തിവിടുന്നു. ട്രാൻസ്ലൂസൻ്റ് എന്ന് വെച്ചാൽ കുറച്ചേ കടത്തിവിടുന്നുള്ളൂ. ഒപ്പേക്ക് എന്ന് പറയുന്നത് ഒട്ടും കടത്തിവിടുന്നില്ല. ഇത്രയാണ് നമ്മൾ മീഡിയത്തിൻ്റെ കാര്യം പറയുന്നത്. ഇനിയുള്ളത് നമുക്ക് ഒരു റേ. ഇത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്നത്. റേ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത് അലോങ് വിച്ച് ലൈറ്റ് മൂവ്സ്. അതായത് ഇപ്പോൾ നമ്മളൊരു പോയിന്റ് എയിൽ നിന്ന് ലൈറ്റ് പുറപ്പെടുവിക്കുന്ന നമ്മളൊരു സ്ട്രെയിറ്റ് പാത്തിനെയാണ് നമ്മൾ പറയുന്നത്. സ്ട്രെയിറ്റ് ലൈൻ പാത്തിനെയാണ് റേ എന്ന് കാണിക്കുന്നത്. ഈ ആരോ ഹെഡ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിലേക്കാണ് നമ്മൾ ആരോ ഹെഡ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കാണിക്കും. കുറേ അടുപ്പിച്ചുള്ള ഇതുപോലത്തെ റേകൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്, ഒരു ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ചെറിയ ഒരു ഭാഗത്തൂടെ കുറേ റേകൾ ബീമുകൾ പോകുന്നതിനെയാണ് നമ്മൾ റേയാണ് ബീം. അത് ചെറിയ ഒരെണ്ണത്തിനെയാണ് നമ്മൾ പെൻസിൽ എന്ന് പറയുന്നത്, പെൻസിൽ. അപ്പോൾ ഈ പെൻസിൽ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് കൺവേർജൻറ്റ് റേസ് ഉണ്ട്, രണ്ടാമത്തത് ഡൈവേർജൻറ്റ് റേസ് ഉണ്ട്, മൂന്നാമത്തത് പാരലൽ റേസ് ഉണ്ട്. കൺവേർജൻറ്റ് റേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിലേക്ക് റേകൾ വന്ന് ചേരുവാണെങ്കിലാണ് അതിനെ നമ്മൾ കൺവേർജൻറ്റ് റേസ് എന്ന് പറയുന്നത്. ഇത് കൺവേർജൻറ്റ് റേസ് ആട്ടോ. അതായത് ഒരു പോയിന്റിലേക്ക് വരുന്നു. ഇപ്പോൾ നോക്കിയേ, ഈ പോയിന്റിലേക്ക് വരുന്തോറും ഈ റേസ് തമ്മിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറയല്ല ചെയ്യുന്നത്. ഇനി ഡൈവേർജൻറ്റ് റേസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ സൂര്യൻ്റെ രശ്മികളൊക്കെ ഇങ്ങനെ ഡൈവേർജൻ്റ് ആണ് പോകുന്നത്. അപ്പോൾ ഈ റേസ് പോകുന്നതനുസരിച്ച് ഈ റേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. പാരലൽ റേസ് എന്ന് പറയുന്നതോ നമ്മുടെ പാരലലി റേസ് പോകുന്നതിനെയാണ് പാരലൽ റേസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു സോഴ്സിൽ നിന്നായിരിക്കും കേട്ടോ പോകുന്നത്. ഒരു സോഴ്സിൽ നിന്നായിരിക്കും റേസ് വന്ന് ഒരു പോയിന്റിൽ എത്തുന്നു, ഒരു സോഴ്സിൽ നിന്ന് റേസ് അങ്ങോട്ട് പോകുന്നു, ഒരു സോഴ്സിൽ നിന്ന് പാരലായിട്ട് പോകുന്നു. ഇത്രയാണ് പലതരത്തിലുള്ള റേകൾ. ഇനി റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു പ്ലെയിൻ, ഒരു മിറർ ഉള്ള ഒരു സർഫസ്. ഇതിങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒപ്പേക്കാണ്, ഈ ഭാഗം ഒപ്പേക്കാണ്, ഇത് പോളിഷ്ഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്നാലേ അത് റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. മേളത്തതാണ് റിഫ്ലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഒരു റേ ഇങ്ങനെ വന്ന് വീണു, ആ വീണ പോയിന്റിൽ ഇങ്ങനെ വന്ന് വീണു, ആരോ മാർക്കേ.
ഈ വീണ പോയിന്റിന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഈ ലൈനിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. ഈ ലൈനിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. വീഴുന്ന റേയെ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഈ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയും. അതേ ഇത് തിരിച്ച് അത് റിഫ്ലക്റ്റ് ചെയ്യും. ഈ ആംഗിളിനെ നമ്മൾ റിഫ്ലക്റ്റഡ് ആംഗിൾ എന്ന് പറയും. ഈ റേയെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഇനി കുറച്ച് ലോസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് ലോസ് ഉണ്ട് ഈ റിഫ്ലക്ഷനകത്ത്. ആദ്യത്തെ ലോ എന്താന്ന് വെച്ചാൽ ഈ ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, ഈ നോർമൽ എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും. അത് സെയിം പ്ലെയിനിലായിരിക്കും ഇത് നടക്കുന്നത്. എല്ലാം ഒരേ മീഡിയത്തിലായിരിക്കും നടക്കുന്നത്. രണ്ടാമത്തത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് രണ്ടും ഒരേ ആംഗിൾ ആയിരിക്കും. ഇപ്പം നമുക്കൊരു മിറർ, നമ്മൾ സാധാരണ മുഖം നോക്കുന്ന മിറർ, ഇപ്പം നമ്മളൊരു സപ്പോസ് ഇതൊരു മിററാണെന്ന് വെച്ചോ. ഈ മിററിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ മിററിനകത്ത് നമ്മുടെ മിറർ കാണുന്നത്, റിഫ്ലക്ഷൻ കാണുന്നത്, അല്ലെങ്കിൽ ഒരു മോളിലുള്ളൊരു മിററും നമ്മൾ മുഖം നോക്കുന്ന ഒരു മിററും തമ്മിൽ എന്താ ഡിഫറൻസ്? മോളിലുള്ളൊരു മിററിനകത്ത് ബാക്ക് സൈഡ് പോളിഷ്ഡ് ആയിരിക്കില്ല. നമ്മൾ മുഖം നോക്കുന്ന മിററിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും പോളിഷ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുഖം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ 2 റേസ് വേണം കേട്ടോ. അപ്പം ഒരു ലൈറ്റിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഇൻസിഡന്റ് റേ വന്നു. ഓക്കെ, അത് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് വീണ്ടും അത് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇമേജ് നമ്മൾ കാണുന്നത്. ഇത് കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് അടുത്ത ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. 2 തരം റിഫ്ലക്ഷൻ ഉണ്ട്. ഇപ്പം റിഫ്ലക്ഷൻ തന്നെ 2 തരമായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും, മറ്റേതിനെ നമ്മൾ ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. റെഗുലർ റിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വരുന്നു, റിഫ്ലക്റ്റഡ് റേ വരുന്നു, ഇൻസിഡൻറ്റ് റേ വരുന്നു, റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഇതെല്ലാം ഒരു പാരലൽ പോലെയല്ലേ പോകുന്നത്. ഇറഗുലർ ആണെങ്കിൽ ഇൻസിഡൻറ്റ് റേ വരുന്നു, അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, പിന്നെ അതായത് ചിലപ്പം ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങനെ ആയിരിക്കും. അതായത് പാരലലി അല്ല ഇൻസിഡൻറ്റ് റേ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും റിഫ്ലക്ഷനും. അപ്പോൾ അങ്ങോട്ട് കൂടി കുഴഞ്ഞിരിക്കും. ഇതിനെ ഇറഗുലർ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ നമുക്ക് ഡിഫ്യൂസർ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പം നമ്മൾ മുമ്പത്തെ ഈ ലോസിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞാൽ മതിയായി. അതായത് ഒരു പ്ലെയിൻ സർഫസിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ വന്നു, ഇത് ഇൻസിഡൻറ്റ് റേ വന്നു, ഇത് നോർമൽ ലൈൻ, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയി, ഇങ്ങനെയല്ലേ പറഞ്ഞത്. വാട്ട് ഇഫ് ഈ നോർമലിനകത്തൂടെ ഒരു ഇൻസിഡൻറ്റ് റേ വന്ന് എന്ത് സംഭവിക്കും? അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും? അത് തിരിച്ചങ്ങനെ പോകും. ഇതിനെ നമ്മൾ റീട്രേസ് ചെയ്യുന്നെന്ന് പറയും. അതായത് നോർമൽ 90 ഡിഗ്രിയാണ് ഒരു ഇൻസിഡൻറ്റ് റേ വരുന്നതെങ്കിൽ 90 ഡിഗ്രി തന്നെ അത് റിഫ്ലക്റ്റ് ആയി പോകും. ഇങ്ങോട്ട് വരുന്നത് തന്നെ തിരിച്ചു പോകും. ഓക്കെ, ഇനിയിപ്പം ഒരു സ്പെറിക്കൽ സർഫസിലാണെങ്കിൽ ഈ റിഫ്ലക്ഷൻ എങ്ങനെ നടക്കും? സപ്പോസ് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ഒരു സർക്കിൾ ഇങ്ങനെ ഒരു മിററാണെന്ന് വെച്ചോ, ഇത് ഫുള്ള് മിററാണ്, ഈ ചുറ്റുമുള്ള ഒരു മിററാണെന്ന് വെച്ചോ. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഇങ്ങനൊരു ഇതിനെന്താ പറയുന്നത്? ടാൻജൻറ്റ്. അതായത് ഒരു സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ കൂടി ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയും. ഇത് പോയിന്റ് എ ആണ്. ഈ പോയിന്റ് എയിൽ നിന്ന് നമ്മളൊരു സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഒരു വര വരയ്ക്കുക 90 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ബി എടുത്തു, ഇതും ഒരു ടാൻജൻറ്റ് ഇങ്ങനെ വരച്ചു. ഇതും നമ്മൾ 90 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? ഈ വരയ്ക്കുന്നതെല്ലാം എന്തായിരിക്കും? റേഡിയസുകളായിരിക്കും. അതായത് നമ്മളൊരു സർക്കിള് കൺസിഡർ ചെയ്യുക, ഒരു സ്പിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പോയിന്റിൽ നിന്ന് നമ്മൾ നോർമൽ വരയ്ക്കുന്നത് ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്ലെയിൻ മിററിനകത്ത് എങ്ങനെയാണ് ഇമേജസ് ഫോം ചെയ്യുന്നതെന്ന് പറയാം. നോക്കിയോ, ഒരു പ്ലെയിൻ മിറർ, ഒരു പ്ലെയിൻ മിററിൻ്റെ ഇമേജസ് ഫോം ചെയ്യുന്നതിൻ്റെ
എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ഒന്നെന്ന് പറയുന്നത് ഫോം ചെയ്യുന്ന ഇമേജസ് എപ്പോഴും വെർച്വൽ ആയിരിക്കും, അതായത് നോട്ട് റിയൽ. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരു മിററിനകത്ത് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കണം. സപ്പോസ് ഇതാണ് നമ്മൾ മിററിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നു, ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ. ഇതാണ് നമ്മുടെ മിറർ, സൈഡ് പോളിഷ് ചെയ്ത ഒരു പ്ലെയിൻ മിററാണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മൾ ലൈന് ഇങ്ങനെ തറയിൽ നമ്മൾ നിൽക്കുക. ഇത് വേണ്ട, ഇപ്പം മിറർ തറയിൽ ഇങ്ങനെ വെച്ചേക്കുവാന്ന് വെച്ചോ. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് റേ ഈ മിററിൽ വന്ന് തട്ടി. നമ്മുടെ ദേഹത്തു നിന്ന് നമ്മുടെ ദേഹത്തോട്ട് ലൈറ്റ് അടിക്കുമല്ലോ, ആ ലൈറ്റാണ് മിററിലേക്ക് ചെന്ന് തട്ടുന്നത്. ആ ലൈറ്റ് ചെന്ന് തട്ടി ഇങ്ങനെ വന്നു. അപ്പം നമ്മൾ ലൂസിൽ പഠിച്ചിട്ടുണ്ട്, നേരെ വരുന്നത് എന്ത് ചെയ്യും? റീട്രേസ് ചെയ്യും. അപ്പം തിരിച്ച് റീട്രേസ് ചെയ്തു. വേറെ ഏതെങ്കിലും ഒരു റേ, ഇവിടെ നമുക്ക് 2 റേ വേണം ഒരു ഇമേജ് വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊരു റേ ആയി, ഇനി ഒരു റേയും കൂടി. അപ്പോൾ ഇങ്ങനൊരു റേ വന്നു. ഇതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഇവിടെ ഒരു നോർമൽ ഇമാജിൻ ചെയ്യുക, എന്നിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് എപ്പോഴും അറിയാം, നമ്മളൊരു മിററിന് അകത്ത് നമ്മളെ കാണുന്ന പോലെയല്ലേ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത്. അതായത് ഇവിടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ റിഫ്ലക്റ്റ് ആയത് ഇതല്ലേ, തിരിച്ച് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതല്ലേ റിഫ്ലക്റ്റ് ആയ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ എക്സ്റ്റെൻഡ് ചെയ്തത് ഇവിടെ കൂട്ടിമുട്ടില്ലേ, അവിടെ നമ്മൾ ഇമേജ് വരയ്ക്കുക. അപ്പം ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഡി ആയിരിക്കും, ഒരേ ഡിസ്റ്റൻസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നമ്മൾ തിരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തല്ലേ ഇമേജ് വരച്ച്, അതുകൊണ്ട് അതൊരിക്കലും റിയൽ ആയിരിക്കില്ല, നോട്ട് റിയൽ ആൻഡ് ഇറ്റ് വിൽ ബി വെർച്വൽ. ഇത് അതുപോലെ വേറൊരു സവിശേഷത എന്തായിരിക്കും? ഈ വെർച്വലും റിയൽ നോട്ട് റിയൽ എന്നുകൊണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് സ്ക്രീനിൽ എടുക്കാൻ പറ്റാത്ത ഇമേജ് എന്ന് പറയും. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ ലെൻസ് മിററുകളൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് മനസ്സിലാവും. ഈ ഇമേജുകളെ ചിലപ്പോൾ നമ്മളൊരു സ്ക്രീൻ, ഈ ഒബ്ജക്റ്റിൻ്റെ ബാക്കിലൊരു സ്ക്രീൻ വെച്ചാൽ ആ സ്ക്രീനിനകത്ത് ഈ ഇമേജ് കിട്ടും. പക്ഷേ ഇങ്ങനെ നമ്മുടെ പ്ലെയിൻ മിററിൽ ഫോം ചെയ്യുന്ന ഇമേജിനെ അങ്ങനെ നമുക്ക് കിട്ടില്ല. അതായത് നമ്മൾ നിൽക്കുകയാണ്, കണ്ണാടി നോക്കുന്നു, അകത്ത് ഇമേജ് കാണുന്നു. നമ്മുടെ ബാക്കിലൊരു സ്ക്രീൻ വെച്ചാൽ നമ്മുടെ ബാക്കിലെ സ്ക്രീനിനകത്ത് ഈ ഇമേജ് കാണുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇമേജസിനെ നമ്മൾ വെർച്വൽ ഇമേജസ് എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത എന്താ ഇങ്ങനത്തുള്ള ഇമേജസിൻ്റെ? അതെപ്പോഴും സെയിം സൈസ് ആയിരിക്കും, സൈസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും നേരെ ആയിരിക്കും ഇരിക്കുന്നത്, എറക്റ്റ് ആയിരിക്കും. നമ്മളെങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും ഇമേജ്. പക്ഷെ വേറൊരു പ്രത്യേകത ഉണ്ട്, അതെപ്പോഴും ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് വെച്ചാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് പൊക്കുമ്പോൾ ഇമേജ് എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും പൊക്കുന്നത്. അതിനെയാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഈ ഇങ്ങനത്തെ ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് പ്ലെയിൻ മിറേഴ്സാണ്. ഇനി സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്. 2 തരം സ്പെറിക്കൽ മിറേഴ്സ് ഉണ്ട്. അതിനെ കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എന്നും പറയും. ഇതിപ്പം ഇങ്ങനെ ഉള്ള മിറേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പിന്നെ ഇത് മറ്റേ എന്താ പറയുക, പോളിഷ്ഡ് സർഫസ് ആണ് ഞാൻ ഇങ്ങനെ ഷെയ്ഡ് കാണിച്ചേട്ടോ, ഇങ്ങനത്തെ മിറർ. അപ്പം എന്താ, അകത്തെ സർഫസ് നമുക്ക് റിഫ്ലക്ഷൻ ഉപയോഗിക്കും, പുറത്തെ സർഫസ് റിഫ്ലക്ഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അകത്ത് ഷെയ്ഡ് ചെയ്യും. ഈ 2 മിറേഴ്സാണ് കോൺകേവ് മിററും കോൺവെക്സ് മിററുകളും. അപ്പോൾ ഈ 2 മിററുകളെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ കാറിൻ്റെ മിറർ, റെയർ വ്യൂ മിറർ, അത് ഈ മിറേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സാധനങ്ങൾ, ഇപ്പം പ്ലെയിൻ മിറർ വെച്ചാലുള്ള പ്രശ്നം എന്തുമായിരിക്കും കാറിന്? പ്ലെയിൻ മിറർ വെച്ചാൽ ആ ഇമേജ് തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് തന്നെ ഇമേജായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഒരു പ്ലെയിൻ മിറർ വെച്ചാൽ ബാക്കിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ ഈ വണ്ടി തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ എത്രയും കാണാൻ പറ്റുമോ? അതിൻ്റെ ഹെഡ്ലൈറ്റ് പോലും കാണാൻ പറ്റില്ല. റെയർ വ്യൂ മിറേഴ്സ് ആണെങ്കിൽ കുറേ വൈൽഡ് റേഞ്ച് കാര്യങ്ങൾ, ചെറിയ അതിൻ്റെ ഒബ്ജക്റ്റ് സൈസ് എപ്പോഴും ചെറുതായിരിക്കും, ഇമേജ് സൈസ് എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ ഇമേജുകൾ ഭയങ്കര ചെറിയ ഇമേജുകൾ ഒത്തിരി സാധനങ്ങളായിട്ട് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും സ്പെറിക്കൽ മിറേഴ്സ് റെയർ വ്യൂവിലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ റെയർ വ്യൂ മിറേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് ഒരു സ്പെറിക്കലായിട്ടുള്ള ഹോളോ ആയിട്ടുള്ള ഒരു മിറർ ഇങ്ങനെ എടുക്കുക. അതിനെ നമ്മളിപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 1, 2 2 പാർട്ടായില്ലേ? അപ്പോൾ ഈ ഒരു പാർട്ട് ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഭാഗത്തിനെ നമ്മൾ കോൺകേവ് എന്നും ഈ ഒരു ഭാഗത്തിനെ നമ്മൾ കോൺവെക്സ് എന്നും പറയും. അതായത് അകത്തോട്ടാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ കേവ് പോലെ. അപ്പോൾ ഇതിനെന്താ പറയുക? കോൺകേവ് എന്ന് പറയും.
പുറത്തോട്ടാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിൽ അതിനെ നമ്മൾ കോൺവെക്സ് എന്നും പറയും. ഇനി ഇപ്പം ഇതാണ് ഒരു കോൺകേവ് മിറർ, കണ്ടോ? അതിൻ്റെ റിഫ്ലക്ഷൻ സർഫസ് എപ്പോഴും അകത്തോട്ടല്ല. നമ്മളൊരു സ്പൂൺ ഇമാജിൻ ചെയ്യുക. നമ്മുടെ സ്പൂണിനകത്ത് ആഹാരം വെക്കുന്ന സ്ഥലം അതാണ് കോൺകേവ്. ആ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് അതാണ് കോൺവെക്സ്. അപ്പോൾ ഈ കോൺകേവ് മിറർ നമ്മളൊരു സ്പിയറിൻ്റെ പാർട്ടാണെങ്കിൽ ആ സ്പിയറിൻ്റെ സെൻറ്റർ എപ്പോഴും ഈ കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ അടുത്ത് വരും. കോൺവെക്സ് മിററിൻ്റെ കേസ് ആണെങ്കിലോ അതും ഒരു സ്പിയറിൻ്റെ പാർട്ടാണ്, പക്ഷേ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ദൂരെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് സ്പെറിക്കൽ മിറേഴ്സ്. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.